2041 അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്കൊപ്പം എത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം. അസമിലെ തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. It is not my take, this is just the census result. Today, as per 2011 census, in Assam 34% population is minority. So if you remove 3% indigenous Assamese Muslim, then 31% is the Muslim who migrated to Assam. And if you projected that on the basis of 2021, 31 and 41, you come to a almost 50-50 position. So there is no my take. I am just stating you what is the statistical census report. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, നമ്മൾ ബംഗാളിൽ നിന്ന് കേട്ടതാണ് കുടിയേറ്റക്കാർ, അനധികൃത കുടിയേറ്റക്കാരുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്ന്. ഇപ്പോൾ അസമിലെ കാര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നു, അതിലേറെ ഞെട്ടിപ്പിക്കുന്നത് അല്ലേ? കൃഷ്ണരാജ്, അസാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാമൂഹികമായി വലിയ പ്രതിസന്ധി വരുന്ന കാലഘട്ടങ്ങളിൽ രൂപപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ്. അതായത് തദ്ദേശീയർ ന്യൂനപക്ഷമാകുകയും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഭൂരിപക്ഷമാകുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം അസാമിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സമീപകാലത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം അതിന് ചില കണക്കുകൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. 2011 അതായത് അവസാനമായി നമ്മുടെ രാജ്യത്ത് സെൻസസ് നടക്കുന്ന ഘട്ടത്തിൽ 2011 അസോമിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 34%. അതായത് 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യ അന്ന് 1.7 കോടിയായിരുന്നു. ഹിന്ദുക്കളടങ്ങുന്ന തദ്ദേശീയർ അന്ന് 3.12 കോടിയായിരുന്നു. അവസാനത്തെ സെൻസസ് നടക്കുമ്പോൾ അന്ന് 34% മുസ്ലിം ജനസംഖ്യ 2041 എത്തുമ്പോഴേക്കും അത് 50% മുകളിലേക്ക് എത്തും എന്നാണ് മുഖ്യമന്ത്രി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2001 സെൻസസ് പ്രകാരം അസാമിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളുടെ എണ്ണം കേവലം 6 ആയിരുന്നു. 23 ജില്ലകളാണ് അസാമിലുള്ളത്. അത് 2011 എത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളുടെ എണ്ണം 9 ഉയർന്നിരിക്കുകയാണ്. അത് അടുത്ത സെൻസസ് ആകുമ്പോഴേക്കും 11 എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അസാമിലെ തദ്ദേശീയരായ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 3% മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അത് ബാക്കിയുള്ളത് മുഴുവൻ 3% എന്ന് പറയുമ്പോൾ നിലവിൽ 34 കണക്കിലുള്ളതെങ്കിൽ ആ 31% ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറിയവരാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 2041 കഴിയുമ്പോഴേക്കും അസോമിൽ തദ്ദേശീയരായ ആളുകൾ, അതായത് അവിടുത്തെ ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ അസോമിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങളാണെങ്കിലും മറ്റു മതവിഭാഗങ്ങളാണെങ്കിലും അവരെല്ലാം അവിടെ ന്യൂനപക്ഷമാകുകയും ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്ത് നിന്നും ഇവിടേക്ക് കുടിയേറി വന്ന ആളുകൾ ഭൂരിപക്ഷമാകുകയും ചെയ്യും. അത് വലിയ സാമൂഹികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൊക്രാജിറക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ മുൻപ് ഉണ്ടായിട്ടുള്ള വലിയ കലാപങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഈ അനധികൃതമായി കുടിയേറി വന്നവർ തദ്ദേശീയരായ ആളുകളെ ആക്രമിക്കുകയും അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്ത സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ അപകടമാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായി വേണ്ട രീതിയിലുള്ള കരുതലുകൾ എടുക്കണമെന്ന സന്ദേശമാണ് ഇപ്പോൾ അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അവസാനം പറഞ്ഞ വരിയിൽ നമ്മൾ കൂടുതൽ വിലയിരുത്തലുകൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗാൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ അനധികൃത കുടിയേറ്റക്കാരുടെ, ബംഗ്ലാദേശികളുടെ എണ്ണം അത് വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോഴാണ് ഹിമന്ത മറ്റൊരു തിരി കൊളുത്തുന്നത്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കണ്ണുനടേണ്ട സമയമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ, അല്ലേ? അതായത് അസാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം തദ്ദേശീയരായ ആളുകൾക്ക് അപ്പുറത്തേക്ക് പല സ്ഥലങ്ങളും ഈ കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ജില്ലകളുടെ കണക്ക് തന്നെ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. 23 ജില്ലകളുള്ള ഒരു സംസ്ഥാനത്ത് ക്രമേണ ഈ കുടിയേറ്റക്കാരുടെ എണ്ണം കൂടി വരികയാണ്. 2001 സെൻസസ് പ്രകാരം 6 ജില്ലകളാണ് ഈ ബംഗ്ലാദേശികളെ കൊണ്ട് ഭൂരിപക്ഷമായതെങ്കിൽ 2011 എത്തുമ്പോൾ അത് 9 ജില്ലകൾ ഈ കുടിയേറ്റ മുസ്ലിങ്ങളെ കൊണ്ട് കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷ മേഖലയായി അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പല സ്ഥലങ്ങളിലും വലിയ സംഘർഷങ്ങൾ
സംഘർഷങ്ങൾ രൂപപ്പെടുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. പുറത്തു നിന്നുള്ള ആളുകൾ കുടിയേറി വരുന്നു, അവരവിടെ ഭൂമി വാങ്ങുന്നു, തദ്ദേശീയരായ ആളുകളെ ആക്രമിക്കുന്നു, അവരുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ അതല്ലെങ്കിൽ പരമ്പരാഗതമായി അവർക്ക് അവിടെ ലഭിക്കേണ്ട അവകാശങ്ങൾക്ക് മേൽ ഈ അനധികൃതമായി കുടിയേറി വരുന്നവർ വലിയ മേധാവിത്വം സ്ഥാപിക്കുകയാണ്. അങ്ങനെയാണ് അസ്സാമിൻ്റെ പല ഭാഗങ്ങളിലും മുൻപ് വലിയ കലാപങ്ങൾ, വലിയ സംഘർഷങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത് ഈ രീതിയിൽ കുടിയേറ്റം തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു 2040 എത്തുമ്പോഴേക്കും സാമൂഹിക അന്തരീക്ഷം മാറും. അതായത് മറ്റൊരു രാജ്യത്ത് നിന്നും കുടിയേറിയ ആളുകൾ നമ്മുടെ ഒരു സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷമാകുകയും അത് പിന്നീട് വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകുകയും പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ തദ്ദേശീയരായ ആളുകൾ അവരുടെ മണ്ണും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന ആശങ്കയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓർമ്മപ്പെടുത്തുന്നത്. കൃഷ്ണരാജ്, ശരി, അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. 2041 അസമിലെ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾക്കൊപ്പം എത്തുമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുന്നത്. അസമിലെ തദ്ദേശീയ മുസ്ലിങ്ങൾ കേവലം 3% മാത്രമാണെന്നിരിക്കെ എങ്ങനെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്? ഒപ്പമെത്തും എന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ.